ഇന്നലെ വൈകുന്നേരം വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത്, ഇസ്രായേലിന്റെ ഉള്ളിൽ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് ഒരു ടെറർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ജസ്റ്റ് കാർ കൊണ്ടുവന്ന് നിർത്തുന്നു, ഒരു പബ്ലിക് ബസ്, അത് പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന് നേരെ ഒരു 150 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡ്രൈവർക്ക് നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്, 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 3 പേർക്ക് പരിക്കേറ്റതിൽ 2 സോൾജേഴ്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇമീഡിയറ്റ്ലി തന്നെ സോൾജേഴ്സ് തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തന്നെ കൺഫയർ ചെയ്ത ആളിനെ, ആ തീവ്രവാദിയെ അവിടെ തന്നെ വെടിവെച്ച് വീഴ്ത്തിയാണ് ചെയ്തത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് എടുത്തുകൊണ്ട് പോവുകയാണെന്നുള്ളതാണ്. ഹമാസ് ആണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ചെയ്ത ഒരു അറ്റാക്കിന് പ്രതികാര നടപടിയായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അറ്റാക്കിൽ ഏതാണ്ട് 40 പേരോളം അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇറാന്റെ എത്രത്തോളം സ്ലീപ്പർ സെല്ലുകളായിട്ടുള്ള ബ്രിഗേഡുകൾ, അതായത് ടെറർ ഗ്രൂപ്പുകൾ ഈ ഗാസയ്ക്കുള്ളിലും അതേപോലെ ഈ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പിലൊക്കെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതും ആ ബ്രിഗേഡുകൾ ഉൾപ്പെടെയുള്ള പേരുകൾ നമ്മൾ സൂചിപ്പിച്ചൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അൽ ഖാസിം ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു ബ്രിഗേഡിലുള്ള ഒരു സ്ലീപ്പർ സെല്ലാണ് ഈ ഒരു അറ്റാക്കിന് വേണ്ടി മുതിർന്നത്. ഇങ്ങനെയാണ് സ്ലീപ്പർ സെല്ലുകൾ ഗാസയ്ക്കുള്ളിലായാലും ഈവൻ ഇസ്രായേലിന്റെ ഉള്ളിൽ പോലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലും ഈ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാർ, അവിടെ സെറ്റിൽ ആയ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ബ്രെയിൻ മാപ്പിങ്ങും ഇതുപോലെ ബ്രെയിൻ മാനിപ്പുലേഷൻ ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇവരെ കൃത്യമായ സമയത്തിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യും. ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ വർഷങ്ങളോളം കശ്മീരിൽ ഇന്ത്യ നേരിടുന്ന ഒരു പ്രതിസന്ധിയും ഇത് തന്നെയാണ്. ഇതേ മെത്തേഡിലാണ് അവിടെയും അറ്റാക്ക് നടക്കുന്നത്. കാരണം അവർക്ക് ഫൈറ്റർ ജെറ്റോ അല്ലെങ്കിൽ ഇമാതിരിയുള്ള സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിൻഡ് ആർമി ഒന്നുമില്ല. അപ്പൊ അതുപോലെ ഇങ്ങനെ തീവ്രവാദപരമായിട്ടുള്ള അറ്റാക്കുകൾ ഏത് നേരത്തും ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഗാസയ്ക്കുള്ളിൽ നടന്ന ഒരു അറ്റാക്കിന് റിറ്റാലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടന്ന ഒരു അറ്റാക്ക് ആയിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ അവിടുത്തെ ഒരു വില്ലേജിൽ എയ്നാബസ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ നെബ്ലസ് എന്ന് പറഞ്ഞ സിറ്റിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു വില്ലേജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ വില്ലേജിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അയാൾ സൈലന്റ് ആയിട്ട് തന്നെ ഈ ഒരു അൽ ഖാസിം ബ്രിഗേഡിലെ മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അയാളുടെ പേര് ഏതാണ്ട് 46 വയസ്സുണ്ട് ആൾക്ക്. സമീർ മുഹമ്മദ് അഹമ്മദ് ഹുസൈൻ എന്നാണ് ആ ഒരു ടെററിസ്റ്റിന്റെ പേര്. അപ്പം പുള്ളിയാണ് വന്ന് ഈ വെടിവെച്ച് വീഴ്ത്തിയത്. മെയിനായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ബ്ലെയിം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന് ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഒരു ഗണ്ണുമായിട്ട് ഇങ്ങനെ ഒരാൾ വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യമായിട്ട് വന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വെപ്പൺസ് സ്മഗ്ലിംഗ് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ജോർദാൻ ബോർഡറിൽ ഒരു ഫെൻസിങ് ഇടാനുള്ള തീരുമാനമൊക്കെ എടുത്ത് അവിടെ കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി. അവിടെ ഫെൻസിങ് ഇടാൻ 306 കിലോമീറ്ററോളം ലെങ്ത് വരുന്ന ഫെൻസിങ് ഇടാനുള്ള തീരുമാനമൊക്കെ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു ഇറാൻ മാനുഫാക്ചർഡ് ഗണ്ണാണ് ഈ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി ഉപയോഗിച്ചതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഹിസ്ബുള്ള ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ടെറർ ഗ്രൂപ്പുകളെ എല്ലാം കൂടെ ചേർത്ത് ലെബനാന്റെ ആർമിയിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അത് അവരുടെ ടെറർ ഗ്രൂപ്പിനെ എല്ലാം അവര് ലെബനാന്റെ ആർമിയിലോട്ട് മെർജ് ചെയ്ത് ലെബനാൻ ആർമിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്രായേൽ ആർമി റിവോക്ക് ചെയ്യണം, ഇസ്രായേൽ ആർമി സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ലെബനീസ് ആർമിയെ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എഗ്രിമെന്റിൽ. ഏതാണ് ഈ ഒരു സീസ് ഫയർ, അതായത് ട്രൂസ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഇപ്പൊ ഈ ഒരു ലെബനാൻ ആർമിയിൽ ഈ ഒരു തീവ്രവാദികളായിട്ടുള്ള ഈ ഒരു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ് പോലത്തെ പല ബ്രിഗേഡ് ഫോഴ്സുകൾ ഉണ്ട് അതിനകത്ത്. ഇവരെയൊക്കെ അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ അവരായിരിക്കും സ്വാഭാവികമായിട്ട് ഇവിടെ ഇസ്രായേൽ ആർമിക്ക് പകരം ഇവിടെ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഈ സദൻ ലെബനാൻ ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇതിൽ എന്താണ് വ്യത്യാസം? അപ്പൊ അത് ഇതിനു മുമ്പ് യൂണിഫിലിന്റെ ഭാഗത്ത് ഇരുന്ന ഒരു സ്ഥലം പോലും ഇപ്പൊ നഷ്ടപ്പെടുകയും ഈ ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലബനീസ് ആർമി എന്നുള്ള പേരിൽ ഹിസ്ബുള്ള തന്നെ വന്ന് അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് ഇസ്രായേലിന് കൊടുക്കുന്നത് വലിയൊരു ത്രെട്ടാണ്. കാരണം അവർ ലെബനാൻ ആർമിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ മിണ്ടാതിരിക്കുകയും അവസാനം അവിടെ മൊത്തം ഹിസ്ബുള്ളയുടെ പഴയതുപോലെ തന്നെയുള്ള റോക്കറ്റ് ലോഞ്ചറും കാര്യങ്ങളെല്ലാം അവർ ഇസ്രായേലിനെതിരെ കൊണ്ട് വെക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസ് ഫയർ റദ്ദാകുന്ന എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. കാരണം ബാക്ക് ടു ബാക്ക് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയുടെ നയീം കാസിം പുള്ളി ഇന്ന് സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് സ്പീച്ച് കൊടുക്കുന്നത്. ആ സ്പീച്ചിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിക്ടറി ഹിസ്ബുള്ളയുടെ ഭാഗത്താണ്. കാരണം സീസ് ഫയർ ആദ്യമേ പ്രപ്പോസ് ചെയ്തത് ഹിസ്ബുള്ളയല്ല, സീസ് ഫയർ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തത് നെതന്യാഹു ആണ്, അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ്.
അപ്പൊ അതുകൊണ്ട് വിക്ടറി എപ്പോഴും ഹെസ്ബുള്ളയുടെ ഭാഗത്താണ് പുള്ളി ക്ലെയിം ചെയ്യുന്നത്. വിക്ടറി ഇതിനകത്ത് വിക്ടറി മോഡേൺ ഡേയ്സിൽ വാർ ചെയ്യുമ്പോഴത്തേക്കും എവിടെയാണ് കൂടുതൽ കാഷ്വാലിറ്റീസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് വിക്ടറി ഒന്നും പറയാനില്ല. കാരണം വാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് വിക്ടറി ഇതിനകത്ത് വിജയം എന്ന് പ്രഖ്യാപിക്കത്തക്ക രീതിയിലുള്ള ക്ലെയിമും ഉന്നയിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം അസറ്റുകൾ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നഈം കാസിമിന്റെ ഈ ഒരു സ്പീച്ച് കഴിഞ്ഞ പാടാണ് ഇസ്രായേൽ അവരുടേതായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മളുടെ അച്ചീവ്മെന്റ് എന്നുള്ള പറഞ്ഞുള്ള ഒരു ലിസ്റ്റ് അവർ പുറത്തുവിട്ടത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും. അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഡോമിനൻസ് ഹിസ്ബുള്ളയുടെ മേളിൽ IDF നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ നഈം കാസിം പറയുന്നത് 2006 മികച്ച വിക്ടറി, അതായത് ഡിവൈൻ വിക്ടറിയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സിറിയയിലോട്ടാണ്. സിറിയയിൽ ജിഹാദി ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല ഡോമിനേറ്റഡ് ആയി വന്നിട്ടുണ്ട്. അവര് ഈ സിറിയയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയിൽ ശരിക്കും നടക്കുന്നത് ഷിയ സുന്നി ഇഷ്യൂ ആണ്. അതിൽ ഈ യൂറോപ്പിൽ മൊത്തം ബഹളം ഉണ്ടാക്കുന്നത് ഈ ഇവിടെ നിന്ന് പോയ ഈ സിറിയ ഭാഗത്ത് നിന്ന്, പർട്ടിക്കുലർലി ആ സിറിയ ഭാഗത്ത് നിന്ന് പോയ അത്രയും സുന്നി വിഭാഗത്തിൽപ്പെടുന്ന വിശ്വാസികളാണ് അവിടെ കിടന്ന് അത്രയും ബഹളം ഉണ്ടാക്കുന്നത്. കാരണം ഈ സുന്നികളെ മൊത്തം അവർക്കും കൂടെ അവകാശപ്പെട്ട ലാൻഡാണ് ഈ സിറിയ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഷിയാക്കളെ സംരക്ഷിച്ചുകൊണ്ട് സുന്നികളെ അവിടെ നിന്ന് അടിച്ചോട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് ഉണ്ടായത്. അപ്പൊ അതിന്റെ പ്രതികാരം തീർച്ചയായിട്ടും ഈ സുന്നികൾ അവിടെ നിന്ന് വീട്ടും. അപ്പൊ അവിടെ ഈ ഒരു ഇസ്ലാമിക് റെസിസ്റ്റന്റ് മാത്രമല്ല, അവിടെ വേറെയും പല ജിഹാദി ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ജിഹാദ് ശരിക്കും സിറിയ പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് വേറെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നെങ്കിൽ. അപ്പൊ ആ രീതിയിൽ ആ ജിഹാദി ഗ്രൂപ്പ് ഇന്ന് അലപ്പോ എന്ന് പറഞ്ഞ സിറ്റി, അതായത് 2016 സിറിയ ഇതേപോലെ ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു നഗരമാണ് ഈ അലപ്പോ എന്ന് പറയുന്നത്. അലപ്പോ എന്ന് പറഞ്ഞാൽ വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ് കേട്ടോ. ഒരുപാട് ഓൾഡ് മാർക്കറ്റ്, അതായത് ഏഷ്യൻ മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ് ഈ അലപ്പോ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഡമസ്കസ്, അലപ്പോ എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള 2 സിറ്റികളാണ്. ആ നഗരം ഇന്ന് ക്യാപ്ചർ ചെയ്ത രീതിയിലാണ് ഈ ഒരു ജിഹാദി ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ അതിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സിറിയയ്ക്ക് സാധിക്കില്ല. റഷ്യ ഉടനെ തന്നെ അവിടെ നിന്ന് റിറ്റാലിയേറ്റ് ചെയ്യുണ്ടായി. റഷ്യ അവിടെ പോയി ബോംബ് ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 400 പേര് ഈ ആൾക്കാർ, അതായത് ഈ ഒരു സുന്നി വിഭാഗക്കാർ താമസിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ബോംബ് ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 400 പേരോളം 400-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ റഷ്യ ആ ഒരു രീതിയിലുള്ള റിറ്റാലിയേഷനാണ് അവർ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ജിഹാദികൾ കൂടുതൽ ശക്തിയോടുകൂടി സിറിയയിൽ ഒരു ജിഹാദി മൂവ്മെന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഉക്രൈനിൽ നമ്മൾ പണ്ടേ പറഞ്ഞിരുന്ന പോലെ തന്നെ, റഷ്യ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉക്രൈനിലോട്ട് വരികയാണ്. ഉക്രൈൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ സോൾജേഴ്സിന്റെ ഷോർട്ടേജ് ആണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈൻ ഇപ്പോൾ കൂടുതലും ഡ്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡ്രോൺ യൂസ് ചെയ്തിട്ട് റഷ്യയുടെ ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രോൺ വെച്ചിട്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അവിടെ പിന്നെ റഷ്യ നല്ല രീതിയിൽ ഇന്ന് കീവ് എന്ന് പറഞ്ഞ, അതായത് ഉക്രൈന്റെ തലസ്ഥാനമായിട്ടുള്ള കീവ്, ആ ഖാർക്കീവിലൂടെ റഷ്യ കയറി നിരങ്ങി പോകുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഉക്രൈനാണെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ വെപ്പൺ സപ്ലൈസ് ആയിട്ടുള്ള മൈൻ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നാമത് അവിടെ ഈ സോൾജേഴ്സിന്റെ ഷോർട്ടേജ്. പിന്നെ ഈ നാറ്റോ രാജ്യങ്ങളായാലും ബാക്കിയുള്ള ഈ അമേരിക്ക ആയാലും അവിടെ ആരും സോൾജേഴ്സിനെ കൊടുത്തുകൊണ്ട് ഒരു ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ചെറിയ അഡ്വൈസിന് വേണ്ടിയിട്ട് പല സൈഡിൽ നിന്നുള്ള UK നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ, ന്യൂക്ലിയർ വെപ്പൺ, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ഇങ്ങനെ വെച്ചൊരു പേടിപ്പിക്കലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാണവും പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. UK ഒക്കെ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുപോയത് അവരുടെ സോൾജേഴ്സിനെ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ തനിച്ച് വിടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. റഷ്യ മാക്സിമം എത്ര ലാൻഡ് അക്യൂർ ചെയ്യാൻ പറ്റുമോ അത്ര അടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കീവ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബോർഡറിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലാണ്. ഇപ്പൊ ഉക്രൈൻ കുറച്ച് റഷ്യയുടെ സ്ഥലം കയറി പിടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമൊക്കെ പോയി, അതൊക്കെ കൈവിട്ട് അതെല്ലാം കഴിഞ്ഞിപ്പം റഷ്യ കൂടുതൽ അങ്ങ് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ ഉക്രൈന്റെ അവസ്ഥ പരിതാപകരമാണ്. പിന്നെ അടുത്ത വിഷയം നമ്മൾ അദാനിയാണ്, ഇന്ത്യയെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ അതിൽ അദാനി മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു പിന്നെ എപ്പോഴും അദാനിക്കെതിരെ വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഒരു അലിഗേഷൻസ് ആണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ ബിസിനസ് പീപ്പിൾ, എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ബിസിനസ് എപ്പോഴും ബിസിനസ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പല രീതിയിലുള്ള ബിസിനസ് മോഡലുകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരും. അതിലൊരു മാർഗമാണ് ഈ ഒരു സ്വന്തം കമ്പനിയിൽ അവർ തന്നെ ഷെൽ കമ്പനിയെ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അതൊക്കെ പല കമ്പനികളും പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ അദാനിക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റിന്റെ പേരിൽ അദാനിക്ക് SECI, അതായത് സോളാർ എനർജി കമ്പനിയുമായിട്ട്, ഇന്ത്യയിലുള്ള സോളാർ എനർജി കമ്പനിയുമായിട്ട് അദാനിക്ക് കോൺട്രാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഉണ്ട്, ഇല്ലാന്നില്ല.
അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ അവർ ഫണ്ട് യു എസിൽ കളക്ട് ചെയ്തെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോംസും ഫോളോ ചെയ്യേണ്ടത് യു എസിലാണ്, ഇന്ത്യയിലല്ല. ഇനി ഇന്ത്യക്കുള്ളിൽ ആർക്കെങ്കിലും ബ്രൈബ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടത് ഇന്ത്യയിലാണ്. ഇനി യു എസിൽ ഈ ഒരു ഫണ്ട് കളക്ട് ചെയ്തതിന്റെ പേരിൽ എന്റെ ഒരു അറിവിൽ ഞാൻ ചെയ്ത ഒരു റിസർച്ച് വെച്ച് മനസ്സിലാക്കാൻ പറ്റും അവിടെ പെനാൽറ്റി കിട്ടും. അതേപോലെ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ, അതായത് ഫീൽ ഗിൽറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷനിൽ നിന്ന് മാറ്റും. അതായത് ഇപ്പൊ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടറിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതാണ് അവിടെ മാക്സിമം കൊടുക്കുന്ന ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ഫണ്ട് റൈസിന് കിട്ടുന്ന ഒരു പെനാൽറ്റി. പിന്നെ ഈ ഫണ്ട് എടുത്ത് വേറെ എന്തെങ്കിലും രീതിയിൽ മണി ലോണ്ടറിങ് അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് വേറെ രീതിയിലുള്ള കേസ് ആവുന്നത്. അപ്പൊ ആ കേസിലൊന്നും അദാനിയിൽ ഇതുവരെ ആ ഒരു ബ്ലെയിം ഒന്നും വന്നിട്ടില്ല. നമ്മൾ അദാനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാർത്ത പറയുന്നൊന്നുമല്ല, ഇത് കൃത്യമായിട്ടുള്ള ഡേറ്റ അനാലിസിസ് പടി ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ അദാനിയുടെ സ്റ്റോക്ക് 2 ദിവസമായിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മിനിഞ്ഞാന്ന് മുതലേ അത് കയറി വരുന്നുണ്ട്. ഇന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ UAE വളരെ സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട് അദാനിക്ക്. കഴിഞ്ഞ തവണ ഇതേപോലെ എലിഗേഷൻ വന്ന സമയത്ത് UAE വളരെ സ്ട്രോങ് ആയിട്ട് ബാക്കപ്പ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇത്തവണയും UAE അദാനിയെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഇതിന്റെ എക്സ്പേർട്ട് അനാലിസിസ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യ K4 എന്ന് പറഞ്ഞ SLBM, അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ, ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് പരിശോധിച്ചത്. 6000 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു സബ്മറൈനിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഏതാണ്ട് 3500 കിലോമീറ്ററോളം അറ്റാക്കിംഗ് പവർ ഉള്ള ഒരു മിസൈലാണ് പരിശോധിച്ചത്. INS അരിഗാട്ട് എന്നാണ് ആ ഒരു സബ്മറൈന്റെ പേര്. ആ സബ്മറൈനിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം പിന്നെ ബംഗാൾ ഓഷനിൽ നിന്നാണ് ഇത് ചെയ്തത്. ഈ ഒരു പരീക്ഷണം ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ഇൻഡോ പസഫിക്കില് ഇന്ത്യയുടെ ഒരു ഡോമിനേഷൻ, ഇന്ത്യയുടെ ഈ ഒരു പരീക്ഷണം ശരിക്കും ചൈനയും പാകിസ്ഥാനെയും ഒന്ന് ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അവർ എപ്പോഴും ഇന്ത്യയെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചൈന ഒരു സൈഡിൽ നമുക്ക് നിർത്തിയാൽ തന്നെയും പാകിസ്ഥാൻ ഒരു രീതിയിലും ഇന്ത്യയെ കമ്പയർ ചെയ്യാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത ഒരു കൺട്രിയാണ്. അതായത് ഇനിയുള്ള വളർച്ച, അതായത് ഇന്ത്യ, അതായത് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുക. അപ്പൊ നമ്മളൊരു പിന്നെ ആണവ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, നമ്മളൊരു ആണവായുധം പരീക്ഷിച്ച് കഴിഞ്ഞാൽ അവർ ഉടനെ അമേരിക്കയിൽ നിന്ന് കെട്ടിയിറക്കി അവർ പരീക്ഷിക്കും. ഇതാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇന്ത്യ സ്വയമേ ആത്മനിർഭർ ഭാരത് ഇതുപോലത്തുള്ള പദ്ധതികളൊക്കെ രൂപീകരിച്ച് സെൽഫ് റിസലിയന്റ് ഉണ്ടാക്കിക്കൊണ്ട് സ്വയം പര്യാപ്തത നേടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ എക്കണോമി ആയിക്കോട്ടെ, നമ്മളുടെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, നമ്മുടെ ഡിഫൻസ് സെക്ടർ ആയിക്കോട്ടെ, നമ്മളുടെ സ്പേസ് റിസർച്ച് സെക്ടർ ആയിക്കോട്ടെ, ഒരു രീതിയിലും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെ പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നോക്കി കണ്ണു തള്ളി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടടിയാണ്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു പരിധി വരെ മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്നാലും ഈ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.